ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വിഭൂതി എന്ന വാക്കിനർത്ഥം ചാരമെന്നാണ്. ശരീരത്തിൽ സുഗന്ധ ലേപനങ്ങൾ പൂശി അങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനെതിരെ പാപപരിഹാരമായി ചാരം പൂശുക. നിനവേക്കാർ ചാരം പൂശിയല്ലേ പാപപരിഹാരം ചെയ്തത്? ശിലോഹയിൽ ഗോപുരം വീണ് അനേകർ മരിക്കുന്ന യേശു പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തില്, പശ്ചാത്തപിച്ചില്ലെങ്കിൽ നീയും ഇതുപോലെ നശിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തില് സ്ത്രീയോട് പറയുക, നിന്റെ ഗർഭാരിഷ്ടതകൾ വർദ്ധിപ്പിക്കും. അതത്തോട് പറഞ്ഞു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. 16-17 തിരുവചനങ്ങള്. 6-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് ജലപ്രളയം, പാപത്തിന്റെ പരിണത ഫലം, നശിക്കുകയാണ് അനേകർ. 11-ാം അധ്യായത്തിലോ ബാബേൽ ഗോപുരം അഹങ്കാരത്തിന്റെ ഫലമായി ശിക്ഷിക്കപ്പെടുകയാ, തകർക്കുകയാ, അവരുടെ ഭാഷ ഭിന്നിപ്പിക്കുകയാ. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവചനം 1:18 ഇതിനെ പോംവഴി പറയുന്നുണ്ട്. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും മഞ്ഞ് പോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. എത്ര ശക്തമായ ഭാഷയിലാണ് പാപത്തെക്കുറിച്ച് ആ സൂചനകൾ. നാം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് രമ്യതപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, ചാരം പൂശി നാം പരിഹാരം അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ദൈവത്തോട് രമ്യതപ്പെടാം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് 119-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ? യുവാവ് മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കാം? വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ടെന്ന് 9-ാം തിരുവചനം. സ്നേഹമുള്ളവരെ, ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത് പാപം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നു, കരഞ്ഞപേക്ഷിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു.